ഫൈനലി കറുപ്പ് സിനിമയുടെ KDM ഇഷ്യൂ ആയതറിഞ്ഞ് എടപ്പള്ളി ലുലു മാളിലുള്ള PVR Audi 4 ഞാൻ ഈ സിനിമ കാണാൻ എത്തിയിരിക്കുന്നത്. കിഡിലൻ DCP ആണ് എത്തിയിരിക്കുന്നത്. കേരളത്തിലെ എപ്പിക് സ്ക്രീനുകളിൽ മാത്രം ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലും ബാക്കിയുള്ള എല്ലാ സ്ക്രീനുകളിലും സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ സിനിമ കാണാൻ സാധിക്കുക. കറുപ്പ് പടം എനിക്ക് തീരെ എനിക്ക് വർക്കായിട്ടില്ല. എനിക്കൊരു പീക്ക് ലെവൽ അപരാധമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു സിനിമയെ അപരാധം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വ്യക്തമായി പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ സ്പോയിലേഴ്സ് ആവാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണം എന്ന് ഞാൻ പറയുന്നില്ല. ഇനി നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് അഭിപ്രായം ഒരേപോലെയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് കമൻറ്റായി പറയാം. അപ്പോൾ ഈ സിനിമ ഒരു 10-20 കൊല്ലം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ, അതായത് കാലം തെറ്റി വന്ന സിനിമ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി 10-20 കൊല്ലം മുമ്പ് ഇറങ്ങുന്ന സിനിമകളിൽ നല്ല കഥകളുണ്ടായിരുന്നു, നല്ല കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു, നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, പവർഫുൾ വില്ലൻ ഉണ്ടായിരുന്നു. ഹീറോ എങ്ങനെയാണോ അതിന് ഈക്വൽ ആയിട്ടുള്ള വില്ലൻ, അങ്ങനെയുള്ള ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങിയിരുന്ന കാലമാണ് 10-20 കൊല്ലം മുമ്പ്. അതായത് ചവറ് പടങ്ങൾ ഇറങ്ങിയിരുന്ന കാലമല്ല. അപ്പോൾ 10-20 കൊല്ലം മുമ്പ് കറുപ്പ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയെങ്കിൽ സ്കോപ്പ് ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയമാണ്. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നൈസാണ്. കാരണം ഒരു ദൈവത്തെ ചലഞ്ച് ചെയ്യുന്ന വളരെ കൗശലക്കാരനായിട്ടുള്ള ഒരു വക്കീലാണ്. അപ്പോൾ ഈ വക്കീലാണ് ഈ നമ്മുടെ സിനിമയിലെ മെയിൻ ക്യാരക്ടർ. അത് RJ ബാലാജിയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു വില്ലൻ ക്യാരക്ടറാണ്. RJ ബാലാജി വില്ലൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ചിരി വരുന്നുണ്ട്. കാരണം അതിനകത്ത് സൂര്യയാണ് ഹീറോ, അറിയാലോ. അപ്പോൾ സൂര്യയോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ, ആ വില്ലൻ RJ ബാലാജി തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളി ഡയറക്ട് ചെയ്തുകൊണ്ട് ഇനി ആ കോട്ടയിൽ കയറി പറ്റിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം പണി അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ആ റോള് ചെയ്തിരുന്നെങ്കിൽ കുഡ് ഹാവ് ബീൻ ബെറ്റർ. കാരണം ഒരുപാട് സ്കോപ്പ് ഉണ്ടാവുന്ന ഒരു റോളാണത്. കാരണം ഒരു ദൈവത്തിനെ ചലഞ്ച് ചെയ്യുന്ന വളരെ സൂത്രശാലിയായിട്ടുള്ള ഒരു വക്കീൽ കഥാപാത്രമാണ്. ദൈവത്തിനോട് പറയാണ്, നീ നിന്റെ പവർ ഒന്നും ഉപയോഗിക്കരുത്. കാരണം ഞാനൊരു മനുഷ്യനല്ലേ, അപ്പോൾ എന്നെ പോലെ തന്നെ നീ ഇവിടെ നോക്കുക. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നീ ജയിച്ച് കാണിക്കുമെന്ന് പറയും. അപ്പോൾ ഈ ദൈവത്തിന് സ്വാഭാവികമായിട്ടും ജയിക്കാൻ പറ്റില്ല. കാരണം അറയൻ 320 കടവുൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, സന്താനം ഗഞ്ചാഗർഭകൊള്ളാണ്. അത് പ്രകാശ് രാജാണ് ദൈവമായിട്ട് വരുന്നത്. അപ്പോൾ ദൈവം ഈ മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് അവസാനം ദൈവത്തിന് പണി കിട്ടുന്ന പോലുള്ള ഒരു കോമഡി സബ്ജക്റ്റ് ഒക്കെയാണ്. അപ്പോൾ RJ ബാലാജി ഇതൊരു മൂക്കുത്തി അമ്മനോ അല്ലെങ്കിൽ മൂക്കുത്തി അപ്പനോ അല്ലെങ്കിൽ സ്പിരിച്വൽ സീക്വലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പിൻ ഓഫോ അല്ലെങ്കിൽ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു തീമിൽ എടുത്തിരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ആവേണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് കറുപ്പുസ്വാമി എന്ന് പറയുന്നത് കാവൽ ദൈവമാണ്. അപ്പോൾ ജസ്റ്റിസിന് വേണ്ടി വരുന്ന ദൈവമാണ്. അപ്പോൾ ഇതിനൊരു പീക്ക് മാസ് എലവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. പക്ഷേ മനുഷ്യനായിട്ട് ഇവിടെ വരുന്ന ഈ കറുപ്പുസ്വാമി ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും തോറ്റുപോവുകയാണ്. കാരണം മനുഷ്യനും തമ്മിൽ നടക്കുന്ന ആ യുദ്ധത്തിൽ ഈ സ്വാമി തോറ്റുപോകും. അപ്പോൾ തൃഷയുടെ ക്യാരക്ടർ എന്ന് പറയുകയാണ്, മനുഷ്യനായതുകൊണ്ടല്ല താങ്കൾ തോറ്റുപോയത്, മനുഷ്യൻ തോറ്റു പോകുന്നതെന്നൊക്കെ പറയുന്ന വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇനി വിശ്വരൂപം കൊടുക്കാൻ പറയും. അപ്പോൾ എന്താ ഈ സ്വാമിക്ക് പവറും കാര്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ഒന്നും നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയാവുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു പീക്ക് എലവേഷൻ സീക്വൻസ് എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസുകളെല്ലാം സീറോ ഇമോഷൻസ് ആണ്. കാരണം ഒരു ആക്ഷൻ സീൻ സ്ക്രീനിൽ നടക്കുമ്പോൾ അതിന് പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ വെയിറ്റേജ് ഉണ്ടെന്നാണ് ആ ഒരു ആക്ഷൻ സീക്വൻസ് നമുക്ക് എൻജോയബിൾ ആവുകയുള്ളൂ. പക്ഷേ സൂര്യ എന്ന് പറയുന്ന നടൻ, ദ വൺ എന്ന് പറയുന്ന ടൈറ്റിൽ കാർഡൊക്കെ ഉണ്ട്. പുള്ളി അസാധ്യ ചാമിങ് ആണ്. ഈ പടത്തിൽ കിഡു ലുക്കാണ്, ഫിസിക്കലിയും പുള്ളി അടിപൊളിയാണ്. പിന്നെ ഈ പടത്തിലെ ഒരേ ഒരു പോസിറ്റീവായിട്ടുള്ള സായ് അബാങ്കറിന്റെ മ്യൂസിക്, ആ മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സൂര്യ ഇങ്ങനെ വരുമ്പോൾ ആ സമയത്തുള്ള കളർ പാലറ്റും കാര്യങ്ങളൊക്കെ നല്ല റെഡ് കളറിൽ നല്ല കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിതൊരു 4K ലേസർ സ്ക്രീനിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു മാഷപ്പ് വീഡിയോ എന്നൊക്കെ പറയില്ലേ, 2-2.5 മണിക്കൂറുള്ള ഒരു സിനിമയിൽ ആകെ ഒരു 5-10 മിനിറ്റുള്ള ഈ നായകൻ്റെ ആ ഒരു ഹീറോയിക് എൻട്രി ആ രീതിയിലൊക്കെ കാണിക്കുന്ന ഒരു പാട്ടുണ്ട് ഇതിനകത്ത്, സെക്കൻഡ് ഹാഫിൽ വരുന്നു. ആ പാട്ടൊക്കെ നൈസായിരുന്നു. സായിയുടെ ഡിപ്പാർട്ട്മെന്റ് കിഡുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൂര്യ എന്ന് പറയുന്ന നടൻ്റെ ഫാൻസിന് പുള്ളിക്കാരൻ സായ ബൈങ്കറിന്റെ കിഡിലൻ മ്യൂസിക്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഷോർട്സും കാര്യങ്ങളൊക്കെ നൈസാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം കൈയടിക്കാനും വിസിലടിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടെന്നല്ലാതെ ആസ് എ ഹോൾ ഈ സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. കാരണം ഈ സിനിമയിൽ നമുക്കൊന്നാമത് സീറോ ഇമോഷനാണ്. പടം തുടങ്ങുമ്പോൾ ഇതൊരു മലയാളം സിനിമയാണോ എന്ന് തോന്നും. കാരണം ഇന്ദ്രൻസ് ഉണ്ട്, അനഘ ഉണ്ട്, അജു വർഗീസിൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. ഇതൊക്കെ തുടക്കത്തിൽ കാണിക്കുന്നതാണ് കേട്ടോ. പിന്നെ വേറെയും സ്വാസിക അടക്കമുള്ള കുറേ മലയാളി ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ദ്രൻസ് 21-ാം നൂറ്റാണ്ട് വിനയനെടുത്ത പടം ഉണ്ടല്ലോ, ആ പടത്തിൽ പുള്ളി ഇന്ദ്രൻസിൻ്റെ ഒരു ക്യാരക്ടർ വന്നിട്ട് ഒരു ഇമോഷണൽ സീക്വൻസ് ആണ് പുള്ളി അഭിനയിച്ച് കാണിക്കുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ തോന്നും. അത്ര ബോറാണ്. അതേപോലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ദ്രൻസിന് ഈ പടത്തിലുള്ളത്. പിന്നെ അനഘ, അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഇവർ ഇമോഷണൽ സംഭവങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ തോന്നേണ്ടത്, ഇവരോട് നമുക്ക് ഒരു സിമ്പതി കാര്യങ്ങൾ തോന്നണം, അല്ലെങ്കിൽ ഇവർക്ക് ജസ്റ്റിസ് കിട്ടണം എന്ന് തോന്നണം. ഈ പറയുന്ന RJ ബാലാജിയുടെ വില്ലൻ ക്യാരക്ടറിന്റെ പേര് ബേബി കണ്ണൻ എന്നാണ്. ബേബി കണ്ണൻ. അപ്പോൾ ഈ ബേബി കണ്ണൻ ഉണ്ടല്ലോ, ബേബി കണ്ണൻ്റെ അടുത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വില്ലൻ ആ സൈഡിൽ നിൽക്കുന്നതാണ്. ഇയാൾ ഈ കാശിനോടുള്ള ആർത്തി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇയാൾക്കറിയാം ഇയാളുടെ ഓപ്പോസിറ്റ് ഉള്ളത് ദൈവമാണെന്നുള്ളത്. പക്ഷേ ഇയാൾക്ക് ആ RJ ലെവൽ കൈൻഡ് ഓഫ് ഒരു നക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പുള്ളി ആ രീതിയിലേക്ക് കിൻഡലടിച്ച് അതൊക്കെ 1-2 ഡയലോഗ്സിൽ പുള്ളിയുടേതായിട്ടുള്ള ഹ്യൂമർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ
വില്ലൻ ക്യാരക്ടർ പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, കറുപ്പുസ്വാമി എന്ന് പറയുന്ന തമിഴന്മാർ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന വലിയൊരു ദൈവമാണ്. ശരിക്കും പറഞ്ഞാൽ കറുപ്പുസ്വാമിയുടെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം ഈ ആർ ജെ ബാലാജി പോലെ ഒരു മൊണ്ണ വില്ലനെയാണല്ലോ ഈ സിനിമയിൽ പുള്ളി നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇനി പവർ എടുക്കാതെ വേറെ ഒന്നും രക്ഷയില്ല എന്ന് പറയുന്ന ആ എലവേഷൻ സീക്വൻസിലാണ് ഇതിന്റെ ഇന്റർവെൽ വരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫ് ആണ് വരുന്നത്. സെക്കൻഡ് ഹാഫിൽ അപരാധം പീക്ക് ലെവലിലാണ് വന്നിരിക്കുന്നത്. കാരണം ഈ കാണിക്കുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. ഈ സീക്വൻസുകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വർക്കാവണ്ടേ. ഒന്നെങ്കിൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് നമുക്ക് വർക്കായിട്ട് തോന്നണം, അല്ലെങ്കിൽ അതിന്റെ ഇമോഷൻസ് വർക്കായിട്ട് തോന്നണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അടക്കം എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ വില്ലൻ ക്യാരക്ടർ ഇനി എന്ത് ചെയ്യും? കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു DT, ഒരു ദൈവമാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വില്ലൻ ഇനി എന്തൊക്കെയായിരിക്കും കാണിച്ചു വിട്ടാൻ പോകുന്ന പറയുമ്പോൾ ഈ ദൈവത്തിന് ഒരു ഏരിയയിൽ മാത്രമേ പവർ ഉള്ളൂ എന്നുള്ള ഇതിലുള്ള ഒരു ചെറിയൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് വെച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്ന്. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് കാണിക്കുന്നത് എന്തൊരു ലേസി റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ പീക്ക് ലെവലാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴേക്കും ഫാൻസിന് വേണ്ടിയിട്ട് പഴയ ഒരു കഥാപാത്രത്തിന്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കയ്യടി നേടാൻ വേണ്ടി നോക്കുന്നു എന്നല്ലാതെ സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവർ റൈറ്റിംഗ് സൈഡിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഒരു രീതിയിലും ഒരു എഫേർട്ടും ഇല്ലാതെ എന്തൊക്കെയോ കാണിച്ചിരിക്കുന്നു. പിന്നെ ഇപ്പൊ കാന്താര പോലുള്ള സിനിമകളൊക്കെ നല്ല രീതിയിൽ ഹിറ്റ് ആയതുകൊണ്ട് ആ രീതിയിൽ ഇപ്പൊ എല്ലാം ദൈവങ്ങളാണല്ലോ. അപ്പൊ കറുപ്പുസ്വാമി എന്നൊക്കെ പറയുന്നതും ഒരു ദൈവമായതുകൊണ്ട് തന്നെ ആ ഒരു ഗെറ്റപ്പിൽ സൂര്യ വരുന്നു. അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരു ക്ലൈമാക്സ്. ഇപ്പോൾ നായകൻ വില്ലൻ ആ ഒരു ഈ പടത്തിൽ ഇവർ ചെയ്തൊരു നായകൻ വില്ലൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഡയലോഗ്സ് അടിക്കുന്നു, ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ. സൂര്യ എന്തെങ്കിലുമൊക്കെ ഒരു മാസ് ഡയലോഗ് അടിച്ചിട്ട് തിരിഞ്ഞ് നിൽക്കുന്നു. ചിലപ്പോൾ കോളർ ഇങ്ങനെ കാണിക്കും. അതെല്ലാം തന്നെ കൂളിംഗ് ഗ്ലാസ് വെക്കണില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ദൈവമുള്ളൂ, കൂളിംഗ് ഗ്ലാസ് വേണ്ടി വരില്ല. അപ്പം അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരു പടം എന്നല്ലാതെ ഒന്നുമില്ല എടുത്തു പറയത്തക്ക. സായിയുടെ മ്യൂസിക് അല്ലാതെ വേറെ ഒന്നുമില്ല. പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ സൂര്യ കാണാൻ കിഡു ലുക്കാണ്. ആക്ച്വലി ഈ പടത്തിൽ പുള്ളിക്കാരന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇത് ഒരു ഫുൾ ആർ ജെ ബാലാജി പടമാണ്. ഈ സിനിമയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ആർ ജെ ബാലാജിയുടെ ക്യാരക്ടർ. പുള്ളിയുടെ മുഖത്ത് യാതൊരു ഇമോഷനോ കാര്യങ്ങളൊന്നും ഇല്ല. വേറൊരു നല്ലൊരു ആക്ടറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആവേണ്ട ഒരു ഔട്ട്പുട്ട് കിട്ടിയാനെ. പക്ഷേ ഈ ആർ ജെ ബാലാജി തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുള്ളി ഒരു പൊളിറ്റിക്കൽ സട്ടർ ഒരു പടം ഇറക്കിയിരുന്നില്ലേ, LKG. അപ്പോൾ ആ LKG-നൊക്കെ വരും UKG എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ പിന്നീട് വരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അത് ലിയോയുടെ റെഫറൻസ്, പിന്നെ സൂര്യയുടെ സിനിമയിലെ തന്നെ ആയുധഴുത്ത്, പിന്നെ സിംഗം, അങ്ങനെയൊക്കെയുള്ള കുറേ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് കണ്ണിപ്പൊടി പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അതല്ലാതെ വേറെ കാര്യമായിട്ട് ഒന്നും ഈ പടത്തിൽ കാണുന്നില്ല. തൃഷ ഭാഗ്യത്തിന് നായകൻ നായിക ഡുവറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഈ സിനിമയിൽ ഈ നായികയുടെ ഈ ഒരു ക്യാരക്ടർ അവിടെ ആവശ്യമുണ്ടോ എന്ന് സംശയമാണ്. ഈ ക്യാരക്ടർ ഇല്ലാന്നുണ്ടെങ്കിലും കഥ മുമ്പോട്ട് പോകും. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ, അതായത് ഈ ഒരു എല്ലാണല്ലോ, അതായത് ഈ ഒരു ലിമിറ്റേഷനിൽ ഈ ദൈവത്തിന് പവർ ഇല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ദൈവത്തിനാണ് പവർ ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ച് തട്ടിക്കൂട്ടി അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു കഥയാണ്. ഈ പടത്തിലെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യ, കറുപ്പുസ്വാമി ആവട്ടെ, വില്ലനാവട്ടെ, ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാം വളരെ ഷാലോ റൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അപരാധിച്ച പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു 2-2.5 മണിക്കൂർ സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴേക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഈ പടം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോയിരിക്കുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് കറുപ്പ്. സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ പോസിറ്റീവ് റെസ്പോൺസ് വരുന്നുണ്ട്. കാരണം സൂര്യ എന്ന് പറയുന്ന നടന് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. പുള്ളിയുടെ കംബാക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പുള്ളിനെ നല്ല ലുക്കിൽ കാണുന്നുണ്ട്. സായിയുടെ മ്യൂസിക്കാണ്. ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം, ഈ സിനിമ വിത്തൗട്ട് സായിയുടെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും നമ്പർ 1 കൾട്ട് പടമാണ്. സായി ഈ പടത്തിൽ ചെയ്തിരിക്കുന്ന മ്യൂസിക്, ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പടത്തിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. കാരണം സായിയുടെ ഈ വർക്ക് ഉണ്ടല്ലോ, അത് ഡിസർവ് ചെയ്യുന്ന പടമല്ല കറുപ്പ്. ഒരു കംപ്ലീറ്റ് ഡിസപ്പോയിൻമെന്റ് ആണ് ഫോർ മീ.